കെനിയയിലുണ്ടായ വാഹനാപകടത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾ. കൊച്ചിയിലെ ഗീതയും പാലക്കാട് മണ്ണൂരിലെ റിയയും മകൾ ടൈറയും ഇനി തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കാൻ ബന്ധുക്കൾക്ക് ആവുന്നില്ല. വർഷങ്ങളായി ഖത്തറിലെ താമസക്കാരാണ് ഗീതയും കുടുംബവും. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവർ. ആഴ്ചകൾക്ക് മുൻപാണ് ഗീത കൊച്ചിയിലെ മക്കളുടെ വീട്ടിലെത്തുന്നത്. കൊച്ചുമകനോട് യാത്ര പറഞ്ഞ് കെനിയയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഗീതയും ഭർത്താവും മകനും വിനോദയാത്ര പോയത്. ആക്ച്വലി മമ്മി അവർ പറയുന്ന ഡെഡ് ഓൺ ദ സ്പോട്ട് ആയിരുന്നു. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ പപ്പയും എൻ്റെ അനിയനും അവിടെ ഹോസ്പിറ്റലുണ്ട്. അവരാണെങ്കിൽ രണ്ടുപേർക്കും ഫ്രാക്ചേഴ്സ് ഉണ്ട്. നമ്മളെല്ലാം ആക്ച്വലി ഖത്തർ ബേസ്ഡ്. അപ്പം നമ്മൾ പുറത്താണ് വളർന്ന്. പപ്പയും മമ്മിയും ഇപ്പോഴും ഖത്തറിലാണ് ജോലി. എൻ്റെ അനിയനും ജോലി അവിടെ തന്നെയാണ്. അവർ ഈ ട്രിപ്പ് ഖത്തറിൽ നിന്ന് തന്നെയാണ് പോയത്, ഒരു ഗ്രൂപ്പ് ടൂറായിട്ട്. അപകടത്തിൽ ഭർത്താവിനും മകനും പരിക്കുപറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ലേബിൾ മാത്രം സ്റ്റേബിൾ, പപ്പ മമ്മനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ്. അപ്പോൾ ആ ഏരിയ പേരും കൊണ്ട് നമ്മൾ ഗൂഗിളിൽ മൊത്തം സെർച്ച് ചെയ്തായിരുന്നു, ഹോസ്പിറ്റൽസ് അറൗണ്ട് ഏരിയ. പിന്നെ നൈറ്റ് മൊത്തം എല്ലാ ഹോസ്പിറ്റലിൽ വിളിച്ച് ഇതുപോലെ ഷോജി ഐസക് ഈ ഏജും ഗീത ഐസക് ഈ ഏജും ഉണ്ടോന്നും ചോദിച്ചായിരുന്നു. റിയയും മകൾ ടൈറയും മരിച്ചതിന്റെ വിറങ്ങലിലാണ് പാലക്കാട് മണ്ണൂരുകാർ. 6 വർഷം മുൻപാണ് റിയ ഭർത്താവും കോയമ്പത്തൂർ സ്വദേശിയുമായ ജോയലിനൊപ്പം ഖത്തറിലേക്ക് പോയത്. അപകടത്തിൽ ജോയലിനും മകൻ ഡ്രാവിസിനും പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 ദിവസത്തിനകം തന്നെ ഇങ്ങോട്ട് മൃതദേഹം എത്തിക്കാനുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മരിച്ച റിയയുടെ ഭർത്താവും ഒരു കുട്ടിയും ഹോസ്പിറ്റലൈസേഷനാണ്. പക്ഷേ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിയയുടെ സഹോദരൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. വളരെ വിഷമകരം ദാരുണമായ സംഭവമാണ് നടന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇവിടെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടുകാരും അറിയുന്നത്. ഇന്ന് കാലത്ത് 11 മണിയോടുകൂടിയാണ് റിയയും അതുപോലെ തന്നെ ടൈറയും മരണമടഞ്ഞു എന്നുള്ള വിവരം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഗീതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി.